നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. LDFിൻ്റെ കൺവീനറായ ഇ.പി. ജയരാജൻ വീണ്ടും വെട്ടിലായിരിക്കുന്നു. BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി വിവാദത്തിലായതിന് പിന്നാലെ ബിസിനസ് ബന്ധത്തിൻ്റെ പേരിലും വെട്ടിലായ LDF കൺവീനർ ഇ.പി. ജയരാജനെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. ഇ.പി. ജയരാജൻ്റെ ഭാര്യയ്ക്കും മകനും ഓഹരിയുള്ള കണ്ണൂരിലെ വൈദേകം റിസോർട്ട് തൻ്റെ കമ്പനികൾക്ക് കീഴിലുള്ള നിരാമയ റിട്രീറ്റ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്ന് സമ്മതിച്ചതാണ് ഇ.പി. ജയരാജനെ വീണ്ടും കുഴപ്പത്തിലാക്കിയത്. നിരാമയ റിട്രീറ്റ് വൈദേകം റിസോർട്ടിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തത് ബിസിനസ് താൽപ്പര്യം മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി. കുടുംബത്തിന് ഓഹരിയുള്ള വൈദേകവുമായി നിരാമയ്ക്ക് ബന്ധമില്ലെന്ന് ജയരാജൻ ആവർത്തിക്കുന്നതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വൈദേകം ഏറ്റെടുത്ത് നടത്തുന്ന നിരാമയ റിട്രീറ്റുമായി പരോക്ഷ ബന്ധമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറഞ്ഞതോടെ ഇ.പി. ജയരാജൻ ശരിക്കും കുടുക്കിലായി എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറുമായി ഇ.പി. ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കപ്പെടുകയും ചെയ്തു. വൈദേകം റിസോർട്ടുമായി തനിക്കോ ഭാര്യയ്ക്കോ ഒരു ബന്ധമില്ലെന്നും ഇ.പി. ജയരാജനെ നേരിട്ട് കണ്ടിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. എന്നാൽ നിരാമയ വൈദേകം ബിസിനസ് ബന്ധം സ്ഥിരീകരിക്കുന്ന വെളിപ്പെടുത്തലോടെ ഈ വാദങ്ങളെല്ലാം ദുർബലമായി. തിരുവനന്തപുരം മണ്ഡലം അടക്കം 5 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന ഇ.പി. ജയരാജൻ്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിക്ഷേപമുള്ള വൈദേകം റിസോർട്ടിനെ വീണ്ടും വിവാദത്തിലാക്കിയത്. സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന പുകഴ്ത്തലിന് പുറമെ കേരളത്തിൽ LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് കൂടിയുള്ള പ്രസ്താവന ഇടതുമുന്നണി കൺവീനറിൽ നിന്ന് വന്നതോടെ വിവാദം ആളിപ്പടരുകയായിരുന്നു. BJP നേതാവും കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇ.പി. ജയരാജന് ബിസിനസ് ബന്ധമുള്ളതുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയത് എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടക്കമിട്ട ആരോപണം ചെന്നിത്തലയും MM ഹസനും അടക്കമുള്ള നേതാക്കൾ കൂടി ഏറ്റെടുത്തതോടെ ആരോപണം കനത്തു. ആദ്യം ബിസിനസ് ബന്ധമെന്ന് ആരോപിച്ചപ്പോൾ റിസോർട്ട് വിഷയം പരാമർശിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇ.പിയുടെ BJP അനുകൂല പരാമർശം CPMലെ ഇടതുമുന്നണിയിലും ശക്തമായ പ്രതിഷേധത്തിന് വഴിവെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് നിർമ്മാണം മുതൽ വിവാദ കേന്ദ്രമായ കണ്ണൂർ മൊറാഴയിലെ വൈദേകം റിസോർട്ടിലാണ് ബിസിനസ് ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറയുന്നു. രാജീവ് ചന്ദ്രശേഖറിനെ പരിചയമില്ലെന്ന് അവകാശപ്പെട്ട ജയരാജൻ അദ്ദേഹത്തെ പത്രത്തിലും പടത്തിലും മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ വൈദേകവും നിരാമയയും തമ്മിൽ ബിസിനസ് ബന്ധമില്ലെന്ന ഇ.പിയുടെ വാദം രാജീവിൻ്റെ വെളിപ്പെടുത്തലോടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇതോടെ വൈദേകം റിസോർട്ട് വിവാദം വരും ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.